വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്യാരറ്റ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ക്യാരറ്റ് ഓയിലും ക്യാരറ്റ് ക്രീമും ഉണ്ടാക്കുന്നതിന് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഗ്ലോയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരറ്റ് ഓയിൽ തന്നെയാണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകി കളയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ സ്കിന്നിനെല്ലാം നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ക്യാരറ്റ് ഓയിൽ. ഇത് നമ്മുടെ ഏജ് ലൈൻസ്, ഫേസിലുണ്ടാകുന്ന ഏജ് ലൈൻസ്, അതുപോലെ തന്നെ കറുത്ത പാടുകൾ, സ്കാറുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ നല്ലൊരു ഓയിലാണ് ക്യാരറ്റ് ഓയിൽ. അത് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം ബെനിഫിറ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 3-4 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 4-5 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 3 ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞ ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിനു മുമ്പ് ഞാൻ ക്യാരറ്റ് ക്രീം തയ്യാറാക്കുമ്പോൾ അതിൽ ഈ ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് ഓയിലാണ് നമ്മൾ ക്യാരറ്റ് ക്രീം തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ആ 2 വീഡിയോയും കൂടി ഒരുമിച്ച് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഒരു ക്യാരറ്റ് ഓയിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ തയ്യാറാക്കി വെക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ ക്യാരറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയ്ക്കൊക്കെയുള്ള ക്യാരറ്റ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഒരു ഇളം വെയിലത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഉണക്കിയെടുക്കാനായിട്ട്. ക്യാരറ്റ് ഓയിൽ 2 രീതിയിൽ തയ്യാറാക്കുന്ന ആളുകളുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ എണ്ണയിലിട്ടിട്ട് ജലാംശമൊക്കെ വറ്റിച്ചെടുക്കുക എന്നൊരു രീതിയാണത്. ഇതുപോലെ ഉണക്കിയെടുക്കുന്നത് നമ്മളെ പാരമ്പര്യമായിട്ടുള്ള മുതുമുത്തശ്ശിമാർ പറഞ്ഞു തരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. വലിയവർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ക്യാരറ്റ് ഓയിൽ കുഞ്ഞുങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. അവരുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചൂടുകുരുകളൊക്കെ ഉള്ളത് തടയാനും ഒക്കെ ഇത് തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവരുടെ സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു ചില്ല് ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഒരു ദിവസം മുഴുവനായിട്ട് ഉണക്കിയതാണ് കേട്ടോ. നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റിലുള്ള ജലാംശം നന്നായിട്ട് വറ്റിയതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ട് ക്യാരറ്റ് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ബൗളിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചക്കിലാട്ടിയ മായമൊന്നും ചേർക്കാത്ത ശുദ്ധമായ കോക്കനട്ട് ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അത് മുങ്ങാൻ പാകത്തിലുള്ള കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് 1-2 ദിവസം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് ഒരു തുണിയിലോ അതല്ലെങ്കിൽ ഒരു അരിപ്പയിലോ ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നല്ലൊരു ഒരു കുപ്പിയിലോ ആക്കി വെക്കാവുന്നതാണ്, സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യാനുസരണം എടുത്തുപയോഗിക്കാം. ബോഡിയിലോ കുഞ്ഞുങ്ങൾക്കോ വലിയവർക്ക് ബോഡിയിലും കുഞ്ഞുങ്ങൾക്ക് ഫുൾ ബോഡിയിലോ ഒക്കെ നമുക്ക് ഇത് തേച്ച് കുളിപ്പിക്കാവുന്നതാണ്. ഇത് തേച്ച് ഉടനെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയരുത്. 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം അതല്ലെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി കളയുന്നതാണ് ഉത്തമം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഓയിലൂടെ തയ്യാറായിട്ടുണ്ട്.